أمر عباده بحفظ العهود ونشهد أن لا إله إلا الله يفعل ما يريد ونشهد أن سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വസിക്കുക, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും മരണത്തിനു ശേഷം നാളെ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും പലതരത്തിലുള്ള ആശയങ്ങളും ചിന്താഗതികളും സമൂഹത്തിൽ കൊണ്ടുവരാൻ പിശാചും പിശാചിന്റെ കൂട്ടാളികളും നിരന്തരം പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബിദ്അത്തിന്റെ ആളുകൾ പിശാചിന്റെ ഇത്തരം ചതിക്കുഴികളിലും അവന്റെ പിടുത്തത്തിലുമാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. വ്യത്യസ്തങ്ങളായ കോലങ്ങളിൽ പിശാച് അവരിലേക്ക് പല ദുർബോധനങ്ങളും നൽകി അവരെ പാട്ടിലാക്കുകയും നേരായ പാതയിൽ നിന്ന് അവരെയും അവർ മുഖേന മറ്റു പലരെയും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും അങ്ങനെ നരകത്തിന്റെ അഗാധങ്ങളിലേക്ക് ബോധപൂർവം പിശാച് അവരെ എത്തിക്കുകയും ചെയ്യുന്നു. അതിനുള്ള പണി പിശാച് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ സത്യത്തിന്റെ പാതയിൽ നിന്ന്
വ്യതിചലിച്ച കുറെ കക്ഷികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, ദിവ്യ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല. അത് അദ്ദേഹത്തിന് വഹയായി നൽകുകയാണ്, ദിവ്യ സന്ദേശനമായി, ദിവ്യബോധനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകങ്ങളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്ത ആ ഒരു ബോധനത്തിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അവിടുന്ന് വെറുതെ സംസാരിച്ചിട്ടില്ല. അവിടുന്ന് സംസാരിച്ചതൊന്നും സത്യത്തിന് നിരക്കാത്തതായി ഒന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല എന്നതാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ പിൻപറ്റുന്നത് പിശാചിന്റെ ദുർബോധനങ്ങളെയാണ്. പല നൂതനമായ പുതിയ ചിന്തകളും ആശയങ്ങളും പിശാച് അവരിലേക്ക് ഇട്ടുകൊടുക്കുകയും അത് ഏറ്റവും സുന്ദരമായ നല്ല ഭംഗിയുള്ള രീതിയിൽ അതിനെ അങ്ങനെ ഭംഗിയുള്ളതായി തോന്നിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സമൂഹത്തിൽ ചിത്രതയും വിഭാഗീയതകളും സൃഷ്ടിക്കുവാൻ അതിലൂടെ പിശാചിന് സാധിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങളുടെ കൃത്യമായ അധ്യാപനങ്ങൾ പിൻപറ്റുമ്പോൾ ഈ ചിത്രതകൾക്ക് അവിടെ സ്ഥാനമില്ല, അവിടെ വിഭാഗീയതകൾ സ്ഥാനമില്ല, അവിടെ ഐക്യവും സാഹോദര്യവും സംജാതമാകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത് പ്രമാണം അത് കൈയൊഴിയുമ്പോൾ അനൈക്യവും ശത്രുതയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങൾക്ക് അതിന്റെ കീഴൊതുങ്ങിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനെ കീഴൊതുങ്ങുമ്പോഴാണ് യഥാർത്ഥ പാതയിൽ, യഥാർത്ഥ തൗഹീദിന്റെ ഇസ്ലാമിന്റെ നേരായ അഹ്ലുസുന്നയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ആ അധ്യാപനങ്ങൾക്ക് കീഴൊതുങ്ങാതെ തങ്ങളുടെ യുക്തിചിന്തകളുടെ പിന്നാലെ പോകുന്ന പ്രവണതയാണ് ഏത് കാലത്തും ബിദ്അത്തിന്റെ ആളുകളിൽ കാണുന്ന ഒരു പൊതു സ്വഭാവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വഹാബത്തിന്റെയോ പൂർവീകരായ സച്ചരിതരായ മറ്റു മുൻഗാമികളുടെയോ മാതൃകകളെ പരിഗണിക്കാതെ സ്വന്തമായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അവതരിപ്പിക്കുന്നു എന്നതും അത്തരം ബിദ്അത്തിന്റെ പുതിയ നൂതനമായ കക്ഷികളുടെ പൊതുവായ ഒരു രീതിയായി നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കക്ഷികളിലും കക്ഷിത്വങ്ങളിലും വരുന്നത് അങ്ങനെയാണ്. അവരെ വിവിധങ്ങളായ കക്ഷിത്വങ്ങളായി ഉടലെടുക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം മാർഗങ്ങൾ ഉപേക്ഷിച്ച് നേരായ പാത പിൻപറ്റുവാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു എന്നത് നാം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതായി കാണാം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما فاتبعوه. ഇതത്രേ നേരായ പാത, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത, ഇതാണ് നേരായ പാത. ഫത്തബിഊഹു, അത് നിങ്ങൾ പിന്തുടരണം. ആ പാതയെയാണ് നമ്മൾ പിൻപറ്റേണ്ടതും പിന്തുടരേണ്ടതും ആ ഒരു പാതയെയാണ്. വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു മാർഗങ്ങൾ നിങ്ങൾ ഒരിക്കലും പിൻപറ്റി പോകരുത്. അവയൊക്കെ അല്ലാഹുവിന്റെ മാർഗങ്ങളിൽ നിന്ന്
ചിതറിക്കളയുന്നതും നിങ്ങളെ വഴിവിയപ്പിക്കുന്നതുമായ മാർഗങ്ങളാണ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണ്, വസിയത്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗമല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ലാത്ത മറ്റു മാർഗങ്ങളെല്ലാം അതെല്ലാം വഴികേടാണ്, അതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ മാർഗം അല്ലാഹുവിന്റെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമായ ആ മാർഗമാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഇത്തരം വിഭാഗീയതകളും ഭിന്നതകളും കാണുമ്പോൾ അതിൽ നിന്നുള്ള രക്ഷാമാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം ഏതാണോ ആ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ അനേകം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിൽ നേരായ പ്രവാചകന്റെ പാത ഏതാണ് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം അത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിലകൊള്ളേണ്ടുന്ന മാർഗം ഏതാണ്? പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം, ആ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മങ്ങളിൽ, ഏതെങ്കിലും വിശ്വാസങ്ങളിൽ, ഏതെങ്കിലും ആചാരങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇത് പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മാർഗമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രവാചകനും സ്വഹാബത്തും ആ മാർഗം പ്രവാചകന്റെ ചര്യയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പിൻപറ്റണം. അതല്ല പ്രവാചകന്റെ വഴിയിൽ നിന്ന് സ്വഹാബത്ത് കാണാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാർഗമാണോ അത് നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യണം. അതായിരിക്കണം നമ്മുടെ നിലപാട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കൃത്യമായ ആ പ്രവാചക അധ്യാപനങ്ങളെ പിൻപറ്റുന്നതിൽ വീഴ്ച വരുത്തിയ പലരും പിന്നീട് പല വിഭാഗങ്ങളായി വേർതിരിഞ്ഞു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. വ്യത്യസ്ത പേരുകളിൽ അവർ പിന്നീട് അറിയപ്പെടുകയും ചെയ്തു എന്നതാണ് അത്തരം കക്ഷികളിൽ പ്രധാനപ്പെട്ട ചില വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗമാണ് ഖവാരിജിയ. ഖവാരിജികൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായി രൂപപ്പെട്ട ബിദ്അഈ കക്ഷിയാണ് ഖവാരിജികൾ. ഹിജ്റ 37 കൂഫയിൽ ഹറൂറ എന്ന പ്രദേശത്താണ് ഇവർ ഒരുമിച്ച് കൂടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഹറൂറിയാക്കൾ എന്നും ആ വിഭാഗത്തിൽ അറിയപ്പെടുന്നുണ്ട്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നത്തെ അലി റളിയല്ലാഹു അൻഹു ഭരണത്തിനെതിരിൽ പുറപ്പെട്ട വിപ്ലവകാരികൾ എന്ന നിലക്കാണ് ഖവാരിജുകൾ എന്നറിയപ്പെടുന്നത്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെട്ടവർ എന്നാണ്. അതുകൊണ്ടാണ് ആ പേര് അവർക്ക് വരാനുള്ള കാരണം. അബ്ദുല്ലാഹി ഇബ്നു ദുൽ ഖുവൈസിറത്തു തമീമി, അബ്ദുല്ലാഹി ഇബ്നു വഹബ് അർ-റാസിബി എന്നിവരാണ് അതിന്റെ നേതാക്കന്മാരായി, തുടക്കക്കാരായി അറിയപ്പെടുന്ന ആളുകൾ. മതപ്രമാണങ്ങളെ വിട്ട് അതിവാദകങ്ങളും തങ്ങളുടേതല്ലാത്ത ചേരിയിൽ നിൽക്കുന്നവരെല്ലാം അവിശ്വാസികളാണ് എന്നും കാഫിറുകളാണ് എന്നും അവർ മുദ്ര കുത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഭരണ നേതൃത്വത്തിനെതിരെ അവർ പുറപ്പെടുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും വിപ്ലവം നടത്തുകയും ചെയ്ത ആളുകളാണ് ഖവാരിജികളായ ആളുകൾ. അതാണ് അവരുടെ പ്രത്യേകത. ഇന്നും ഈ സ്വഭാവമുള്ള ആളുകൾ ഖവാരിജികൾ എന്ന പേര് സ്വീകരിച്ചിട്ടില്ലെങ്കിലും അതേ സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം. പ്രമാണങ്ങളെ വിട്ടുകൊണ്ട്, പ്രമാണങ്ങൾ പഠിപ്പിക്കാത്തതിനപ്പുറത്തേക്ക് അതിരുകവിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾ, അതോടൊപ്പം അവരുടെ കൂട്ടത്തിലില്ലാത്ത മറ്റെല്ലാ കക്ഷികളും അവരെല്ലാം ദീനിൽ നിന്ന് പുറത്താണ്, അവരെല്ലാം കാഫിറുകളാണ്, അവരെല്ലാം അവിശ്വാസികളാണ്
എന്ന് പറയുന്ന വിഭാഗം ആളുകൾ. അത്തരം ആളുകളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ കക്ഷി ഖദരിയാക്കളാണ്. അള്ളാഹുവിന്റെ വിധിയെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന അഥവാ അതിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് ആളുകൾ. ഹിജ്റ 64 ശേഷം ഉദയം ചെയ്ത ഈ വിഭാഗത്തിന്റെ ആദ്യകാല നേതാക്കളായി അറിയപ്പെടുന്നത് മഅബദുൽ ജുഹനി, ഖയലാനുദ്ദീൻ ദിമശ്കി, ഈ രണ്ട് നേതാക്കന്മാരാണ് അവരുടെ ആദ്യകാല നേതാക്കളായി അറിയപ്പെടുന്ന ആളുകൾ. ഇതിന്റെ മറുവിഭാഗം എന്ന പോലെ രംഗപ്രവേശനം ചെയ്ത മറ്റൊരു ബിദ്അഈ കക്ഷിയാണ് ജബരിയാക്കൾ. ജബർ എന്ന പദത്തിന് അർത്ഥം നിർബന്ധിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ വിധിവിശ്വാസത്തിൽ അതിരി കഴിഞ്ഞ് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും മനുഷ്യൻ കാറ്റിൽ തൂക്കപ്പെട്ട തൂവൽ പോലെ പ്രവർത്തന സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയുമില്ലാത്ത നിർബന്ധിത അവസ്ഥയിലുള്ളവരാണ് എന്നും ഇവർ വാദിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് വരാനുള്ള കാരണം. മൂന്നാമത്തെ വിഭാഗം ജഹ്മിയാക്കളാണ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക അധ്യാപനങ്ങളിലൂടെയും അള്ളാഹുവിന്റെ നിരവധി വിശേഷണങ്ങളും നാമങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വിശേഷണങ്ങളെ നിഷേധിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ജഹ്മിയാക്കളുടെ ആശയം അതാണ്. അമവി ഖിലാഫത്തിന്റെ അവസാനത്തിലാണ് ഇവർ ഉദയം ചെയ്തിട്ടുള്ളത്. ജഅദ് ബിൻ ദുർഹം, ജഹ്മ ബിൻ സഫ്വാൻ തുടങ്ങിയവരാണ് ഇവരുടെ ആദ്യകാല നേതാക്കന്മാരായി അറിയപ്പെടുന്നത്. ജഹ്മിലേക്ക് ചേർത്തിട്ടാണ് ജഹ്മിയ എന്ന പേര് അവർക്ക് വരാനുള്ള കാരണം. അവരുടെ വിശേഷണം എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചനാധ്യാപനങ്ങളെയും അതിന്റെ നാമങ്ങളെ അതിൽ നിഷേധിക്കുക എന്നതാണ് അത്തരം ആളുകളുടെ സ്വഭാവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമതായി മുർജിയാക്കളാണ്. ഈമാൻ എന്നതിൽ കർമ്മങ്ങൾ ഉൾപ്പെടുകയില്ല എന്നും വിശ്വാസകാര്യങ്ങൾ കൊണ്ട് അത് അറിഞ്ഞ് അംഗീകരിച്ചാൽ മാത്രം മതിയെന്നും അവർ വാദിക്കുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള അറിവ് കൈവരിച്ചാൽ പിന്നെ ഒരാൾക്ക് എത്ര തന്നെ പാപങ്ങളും ദോഷങ്ങളും ചെയ്താലും അതൊന്നും അയാൾക്ക് യാതൊരു തെറ്റുമില്ല എന്നാണ്. എന്താണ് ഈമാൻ കാര്യങ്ങളിൽ? ഈമാൻ എന്നതിൽ കർമ്മങ്ങൾ ഉൾപ്പെടുകയില്ല. അതോടൊപ്പം വിശ്വാസകാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങൾ അത് മനസ്സുകൊണ്ട് അറിഞ്ഞ് അംഗീകരിച്ചാൽ മാത്രം മതി. പിന്നെ എന്ത് തെറ്റും ചെയ്യാം, എന്ത് തിന്മകളും ചെയ്യാം, അതിലൊന്നും ഒരു ദോഷവും വരികയില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഹിജ്റ 64-നും 73-നും ഇടയിലാണ് ഇവരുടെ ഉത്ഭവം. ഹസൻ ബിൻ മുഹമ്മദ് ബിൻ അലി എന്നയാളാണ് ഈ ആശയത്തിന്റെ സ്ഥാപക നേതാവായി അറിയപ്പെടുന്നത്. അഞ്ചാമതായി റാഫിദിയാക്കളാണ്. ഇവരാണ് ഷിയാക്കൾ എന്നറിയപ്പെടുന്ന വിഭാഗം. അവർക്ക് സംഭവിച്ച അപജയം എന്താണ്? വ്യക്തികളോടുള്ള സ്നേഹം, ബഹുമാനം, ആ ബഹുമാനം അതിര് കവിഞ്ഞു പോവുകയും എന്നിട്ട് അവരിലൂടെ അവരെ ആരാധിക്കുകയും പുകഴ്ത്തുകയും അള്ളാഹു ദൈവതുല്യമായി അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് അവരുടെ സ്വഭാവം. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രവാചക പരമ്പരയിലെ നബി കുടുംബത്തിലെ പലരെയും ഇവർ ദൈവതുല്യരായി കാണുന്നു എന്നതാണ്. അവരുടെ ഖബറിടങ്ങൾ കെട്ടിപ്പുയർത്തുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവിടെ ആഘോഷങ്ങളും ആരാധനകളും എല്ലാം നടത്തുകയും ചെയ്യുന്നു. ഹിജ്റ 37 കൂഫയിലാണ്
ഇവരുടെ തുടക്കം. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ജൂതനായ മനുഷ്യൻ, അവനാണ് ഈ ഷിയാക്കളുടെ റാഫിദിയാക്കളുടെ തുടക്കക്കാരനും ശില്പിയും അവനാണ്. അവൻ ഇസ്ലാമിനുള്ളിൽ കയറിക്കൂടി ഇസ്ലാം സ്വീകരിച്ചു എന്ന വ്യാജേന കടന്നു വന്ന് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തന്റെ പിഴച്ചവാദങ്ങൾ അവതരിപ്പിച്ചത്. ജൂതനാണ് ആൾ. ജൂതനായി ഇസ്ലാമിന്റെ പുറത്തു നിന്ന് ഇസ്ലാമിനെ ആക്രമിക്കാൻ, ഇസ്ലാമിനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അഭിനയിച്ച്, മുസ്ലിമായി അഭിനയിച്ച് ഇസ്ലാമിന്റെ അകത്ത് കയറി ഇസ്ലാമിനെ തകർക്കുന്ന പ്രവർത്തനമാണ് അവൻ സ്വീകരിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സബ സ്വീകരിച്ചത്. അവനാണ് ജൂതന്മാരുടെ അല്ലെങ്കിൽ റാഫിദിയാക്കളായ ഷിയാക്കളുടെ ഉപജ്ഞാതാവ്. അവനാണ്. ഈ വാദം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇവരുടെ ഈ ഖബർ കെട്ടിപ്പൊക്കലും അതിനെ ആഘോഷമാക്കലും അതിനെ ഉത്സവമാക്കലും അതിന്റെ അടുക്കൽ പോയി ആരാധന നടത്തലും, അവരെ ഖബർ ആളുകളെ അല്ലെങ്കിൽ മരിച്ചവരെ അല്ലെങ്കിൽ ആ മർത്തബയിലെത്തിയ ആളുകളെ പുകഴ്ത്തി അള്ളാഹുവിന് തുല്യമാക്കുന്ന പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത്തരം ആളുകൾ ബിദ്അത്തിന്റെ പിയച്ച കക്ഷികളായിട്ടാണ് ആ റാഫിദിയ അല്ലെങ്കിൽ ഷിയാക്കൾ എന്ന പേര് അവർ സ്വീകരിക്കുന്നില്ലെങ്കിലും അവരുടെ ആശയം അവർ സ്വീകരിക്കുന്നു. നമ്മുടെ നാടുകളിൽ അത്തരം ആളുകളെ കാണാൻ സാധിക്കും. അവരെ നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, എത്ര പുകഴ്ത്തി ലോകം പടച്ചതുപോലും ലോകത്തെ നിയന്ത്രിക്കുന്നത് പോലും ഇന്ന ഷൈഖാണ് എന്ന് പാടി പുകഴ്ത്തുന്ന, അതിനെ മദ്ഹ് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ കൂട്ടത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. ആറാമതായി മുഅ്തസിലിയാക്കളാണ്. ഹിജ്റ 105 ഇറാഖിലെ ബസറയിലായിരുന്നു അവരുടെ ആവിർഭാവം. വാസിൽ ഇബ്നു അത്താ എന്നയാളാണ് അതിന്റെ തുടക്കക്കാരൻ. പ്രമാണങ്ങളെ വിട്ടുകൊണ്ട് യുക്തിവാദത്തിന്റെ ആശയങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത്. സ്വഹീഹായ പ്രവാചകനിൽ നിന്ന് പരമ്പര മുറിയാതെ സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹായ ഹദീസുകളെ അതിനെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം യുക്തിവാദങ്ങളെ തിരികെ കയറ്റിയ ആളുകൾ. ആ യുക്തിവാദമാണ്, നിഷേധമാണ് അവരുടെ ആശയം. ഈ കാലഘട്ടത്തിൽ ഈ മേൽപ്പറഞ്ഞ ആളുകളെല്ലാം ഇന്നും ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളെ എന്റെ സ്വന്തം ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന എത്രയോ ആളുകൾ. സംസം വെള്ളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് ശിഫയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആ സംസം വെള്ളം അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹുവിൽ നിന്ന് വഹി വന്നാൽ പിന്നെ ശാസ്ത്രത്തിന് സ്ഥാനമില്ല, അത് അപ്പടി അതുപോലെ സ്വീകരിച്ചു കൊള്ളണം, അവനാണ് വിശ്വാസി. പിന്നെ ശാസ്ത്രത്തെ കാത്തു നിൽക്കേണ്ടതില്ല. അജുവാക്കാരൊക്കെ തിന്നാൽ വിഷം തീണ്ടുകയില്ല എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് ആ ഹദീസുകളെ പരിഹസിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ അത്തരം ആളുകളെ കാണാൻ സാധിക്കും. ഇതുപോലെ സിറാത്ത് എന്ന പാലം നിഷേധിക്കുന്ന ആളുകൾ, ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ ഈ മുഅ്തസിലിയ വാദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. ആ പേരവർ സ്വീകരിക്കില്ല, പക്ഷേ അവരുടെ ആശയം സ്വീകരിക്കും. ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഈ പറഞ്ഞ പേരുകൾ സ്വീകരിക്കുന്നില്ലെങ്കിലും ആശയം പ്രചരിപ്പിച്ച് ഇന്നും അത് വിവിധ കോലങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് സൂക്ഷ്മമായ പരിശോധന നടത്തുന്ന ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ കൃത്യമായ പ്രവാചക അധ്യാപനങ്ങൾ പഠിക്കുകയും പിൻപറ്റുകയും ചെയ്യാൻ നമ്മൾ പരിശ്രമം നടത്തണം. അല്ലെങ്കിൽ പിശാച് നമ്മളെ വഴിതെറ്റിക്കാൻ എല്ലാം നല്ലതെന്ന് തോന്നിപ്പിച്ച് സുന്ദരമായ നല്ല
കാഴ്ചകളായി കാണിച്ചു തന്ന് നേരായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിച്ച് നരകത്തിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പിശാച് സദാസമയം പണിയെടുത്തു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും നേരായ അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ അപേക്ഷ കേന്ദ്ര സർക്കാർ ഒരാഴ്ചത്തു കൂടി നീട്ടിയിരിക്കുന്നു എന്ന ഏറെ ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 7 വരെ അതിന് സമയമുണ്ട്. ഹജ്ജിന് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് സമ്പത്തും ആരോഗ്യവുമൊക്കെ ഉള്ള ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. കാരണം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും സാമ്പത്തികമായി ശേഷി, ആരോഗ്യപരമായി ശേഷിക്കൊണ്ട് എങ്കിൽ ഹജ്ജ് ഒരിക്കലും അയാൾ നീട്ടിവെക്കാൻ പാടില്ല. കാരണം ഹജ്ജിന് ധാരാളം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നീട്ടിവെക്കുകയാണ് എങ്കിൽ അവന്റെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല എന്നതാണ്. മാത്രമല്ല, ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ആരാധനയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നവർ അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകം പ്രതിഫലങ്ങൾക്ക് അർഹരായ ആളുകളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അവർക്ക് പ്രതിഫലം പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്നാണ്. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജു മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. രണ്ട് ഉംറകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, മുഴുവൻ പാപങ്ങളും പൊറുത്തു കിട്ടുവാനുള്ള മാർഗമായിട്ടാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുദ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോടാണ് പ്രവാചകൻ ഉപമിച്ചിട്ടുള്ളത്. ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞ്, അവന്റെ മനസ്സ് കളങ്കരഹിതമായിരിക്കും. ഒരു പാപവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം. ഇതേപോലെയാണ് ഹജ്ജ് ചെയ്താൽ അവന്റെ ഹൃദയത്തെ നിഷ്കളങ്കമാക്കി മാറ്റും. എല്ലാ കറകളും, എല്ലാ തെറ്റുകളും, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്നത് അത് വൈകിപ്പിക്കാൻ പാടില്ല, അത് നേരത്തെയാക്കണം. അള്ളാഹു റസൂൽ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഹജ്ജ് ഉദ്ദേശിക്കുന്നവർ അതിനായി ധൃതി കൂട്ടട്ടെ എന്നാണ്. അതിന് വേഗം കൂട്ടണം. കാരണം നമ്മുടെ മരണം എപ്പോഴാണ് വന്നിട്ട് എന്ന് പറയാൻ സാധിക്കില്ല. യാത്ര ചെയ്യാത്ത വിധം, അല്ലെങ്കിൽ യാത്ര ചെയ്യാനാകാത്ത വിധം രോഗം ബാധിക്കുക എപ്പോഴാണ് അറിയില്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായി നല്ല കഴിവുള്ളപ്പോൾ, അതിന് ശക്തിയുള്ളപ്പോൾ അത് നിർവഹിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് സമ്പത്തും ആരോഗ്യവുമൊക്കെയുള്ള ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാഴ്ച കൂടി സമയമുണ്ട്. അതിന് അപേക്ഷ കൊടുക്കുവാനുള്ള സമയം, ആ വഴികളൊക്കെ നമ്മൾ കണ്ടെത്തുകയും അതിന് അപേക്ഷ കൊടുക്കുകയും ചെയ്ത് ഹജ്ജിന് പോകാൻ നമ്മൾ പ്രത്യേകം അതിന് സജ്ജരാകണമെന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മുടെ നാളെ പരലോകത്ത്
ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിയച്ച കക്ഷികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തരം പിയച്ച കക്ഷികളുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയും നേരായ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നാളെ മഹ്ശറിൽ വരുമ്പോൾ നിന്റെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. ചെറുതും വലുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അല്ലാഹുവേ. എല്ലാം അറിയുന്ന റഹ്മാനായ കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ കാരണത്താൽ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന അവരോട് കാരുണ്യം കാണിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളിലും ഭാര്യമാരിലും കുടുംബത്തിലുമെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا